അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കെല്ലാം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു പരിപാടി ഈശോയുടെ കയ്യിലില്ല. കൊടുക്കുകയെന്നല്ല, അങ്ങനെ കൊടുക്കുന്നവർ ലഭിച്ചവരൊക്കെ ഉണ്ട്, അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ പൊതുവേ ഈശോയുടെ പുറകെ നടക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് ഓർത്ത് നമ്മളാരും നിരാശപ്പെട്ടിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല. ഈശോ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ നിത്യജീവനിൽ സ്വർഗരാജ്യത്തിൽ എത്തിക്കുക, അതോടൊപ്പം തന്നെ നമ്മളിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങളെയും തലമുറകളെയും ഒക്കെ സ്വർഗരാജ്യത്തിൽ നിത്യജീവനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈശോ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഉദ്ദേശം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ, മനസ്സിലാക്കി അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നമ്മളത് അംഗീകരിക്കാതെ എൻ്റെ കാര്യം നടക്കണം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ പദ്ധതി അതുപോലെ നടന്നു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പിടിവാശി പിടിച്ച് വെറുതെ ജീവിതം നശിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. നഷ്ടം നമുക്കാണ്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി അവരുടെ ജീവിതങ്ങളിൽ എന്നും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാവും. വിജയങ്ങളൊന്നും അവർക്ക് അധികം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്.